ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഏട്ടനും അമ്മയ്ക്കൊക്കെ പോകാനുള്ളൊരു ദിവസമാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൾക്ക് കോൾഡായിട്ട് കുറച്ച് ദിവസമായിട്ട് 2 ദിവസമായിട്ട് നഴ്സറിയിലൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇന്നൊന്ന് ഡോക്ടറെ കാണിക്കണം. അപ്പോൾ രാവിലെ തന്നെ പോകണം. രാവിലെയാണ് ഡോക്ടർ ഉണ്ടാവുക. ഒരു 7 മണി സമയത്ത് പോകണം. അതിന് മുന്നേ ഞാൻ കുറച്ച് നടക്കുന്നുണ്ട്. രാവിലത്തെ കിച്ചണിലെ പണികൾ കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മുറ്റത്തൂടെ തന്നെ നടക്കുകയാണ്. ഞാൻ മോർണിംഗ് വാക്കിനല്ലാതെ ദൂരെ പോകാത്തതുകൊണ്ട് രാവിലെ ഒന്ന് മുറ്റം ഒന്ന് റൗണ്ട് അടിച്ച് നടന്നു വരും. അപ്പോൾ ചെടികളൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഒരു 6:50 ആയപ്പോൾ മോളെ എഴുന്നേൽപ്പിച്ച് ഡോക്ടറെ അടുത്ത് കാണിച്ചു. അവിടുന്ന് വരികയാണ്. തൊട്ടടുത്താണ്, വലിയ ദൂരമൊന്നുമില്ല. കുഞ്ഞിലേ അവിടെയാണ് കാണിക്കുക. അതായത് ഇപ്പം വേറെ എവിടെ കാണിച്ചാലും മാറാതെ അവസാനം ഇവിടെ തന്നെ വരേണ്ടി വരും, അങ്ങനെ. അപ്പം ചെറുതിലേ ഇവിടെ തന്നെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. മോൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. സാധാരണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടയേർഡ് ആവുമല്ലോ, അപ്പം എന്തെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട്. അതും 4 മരുന്നൊക്കെ ഉണ്ട്. അത്രയും താങ്ങില്ലല്ലോ, കുഞ്ഞു കുട്ടിയല്ലേ. അപ്പോൾ അത് കാരണം ഈ ബിസ്ക്കറ്റ് കണ്ടാൽ ഭയങ്കര കട്ടി തോന്നുമെങ്കിലും പെട്ടെന്ന് സോഫ്റ്റ് സാധനമാണ്. കടിച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ മെൽറ്റായി പോകുന്ന ഒരു ടൈപ്പ് ബിസ്ക്കറ്റാണ്. അതിഷ്ടമാണ് മോൾക്ക്. അപ്പം അത് ഫസ്റ്റ് കൊടുത്തു. പിന്നെ ഒരു 8:30 ആകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് മെഡിസിൻസൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഏട്ടൻ പോയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ വേഗം ഏട്ടൻ പോകുന്നതിന് മുന്നേ തന്നെ കല്ലിലുള്ളതൊക്കെ അലക്കിയിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ മതിയല്ലോ. അപ്പം അതൊക്കെ ചെയ്തിട്ടുണ്ട്. അച്ഛനും മോളും കൂടി ഭയങ്കര കളിയാണ്. പിന്നെ ബാക്കിയുള്ള അകത്തുനിന്നുള്ള പണികളൊക്കെ തീർക്കാൻ വലിയ പ്രശ്നമില്ല. അതിപ്പോൾ മോളുണ്ടെങ്കിലും കുഴപ്പമില്ലല്ലോ. ഇത് കഴിഞ്ഞ് എനിക്ക് മോളുടെ അടുത്ത് ഇരിക്കാമല്ലോ എന്നുള്ള. സുഖമില്ലാതായാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. മോൾക്ക് സുഖമില്ലാതായി കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ വഴക്കിട്ടുകൊണ്ടിരിക്കും, അമ്മയെന്ന് വിളിച്ചുകൊണ്ടിരിക്കും. പക്ഷേ 2 ദിവസമായിട്ട് ആൾ ഭയങ്കര സൈലൻ്റാണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമം. പിന്നെ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലൊന്നും വരാനായിട്ടില്ല. വെയിലൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ തന്നെയാണ് ചെയ്യാറ്. രാവിലെ അലക്കൽ, തുടയ്ക്കൽ, തൂക്കൽ, ആ വക പരിപാടികൾ തീർത്താൽ പിന്നെ വലിയ പ്രശ്നമില്ലല്ലോ. അപ്പം അങ്ങനെ. പിന്നെ ഏട്ടൻ സാമിയും കൂടി ആയതുകൊണ്ട് ഏട്ടനത് സെപ്പറേറ്റ് തന്നെ അലക്കിയിടുമല്ലോ. അവിടെ വെച്ചിരിക്കുന്ന ആ ചെയർ വേറൊന്നുമല്ല, അത് ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നാൽ അത് തിരിച്ചു കൊടുക്കണം. പിന്നെ വേറൊരു സെറ്റ്, പിന്നെ കേർട്ടനൊക്കെ മാറ്റിയിട്ടത് കൊണ്ട് ഞാനിങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക, മോളുടെ തല തുടയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത വൈറ്റ് തുണികൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വാഷിംഗ് മെഷീനിലൊന്നും ഇടാറില്ല. അത് വെറുതെ ഒന്ന് കുത്തിയെടുത്താൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് അതെടുത്ത് അത് പുറകെ കൊണ്ടിടുന്നുണ്ട്. ഈ സംസാരിക്കുന്നത് മോളോടാണ്. കുറച്ച് നേരം അച്ഛൻ്റെ അടുത്ത് ഇരുന്നാലും കുറേ കഴിയുമ്പോൾ എന്നെ ഓർക്കും. അമ്മ എവിടെയെന്ന് ചോദിച്ചിട്ട് വന്ന് ചെരുപ്പ് പോലും ഇട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ബാക്കിൽ ഒരു മഞ്ചാടിയുടെ മരമുണ്ട്. അപ്പം മഞ്ചാടി ഇങ്ങനെ വീണ് കിടക്കും. അത് പെറുക്കാനാണ് വരുന്നത്. അത് കാണുന്നില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിൻ്റെ താഴെ കൂടെ നടന്ന് തലയിലൊക്കെ വെള്ളവും വീണ്. ഇനി ഈ ഒരു മരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരുന്ന സമയത്തൊക്കെ ഇതിൽ ഒരുപാട് ഇലയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഉണങ്ങി, അടിയിലെന്തോ തീയിട്ടിട്ടോ എന്തോ ആയിട്ട് അത് ഉണങ്ങി ആകെ നശിച്ചു പോയി. പിന്നെ അത് കഴിഞ്ഞ് ഇതൊക്കെ എനിക്ക് ഏട്ടനുള്ളപ്പോഴേ ചെയ്യാൻ പറ്റും. മോള് പുറകെ വരും, മോള് കയറി വരും എൻ്റെ കൂടെ. അത് കാരണം മോളെ ഏട്ടൻ്റെ അടുത്താക്കിയിട്ട് ഞാൻ വേഗം മുകളിലോട്ട് കയറിയതാണ്. ഇത് തേങ്ങയൊക്കെ വീണ് കിടക്കുന്നുണ്ട്. ഇവിടുത്തെ തെങ്ങ് കയറ്റക്കാർക്ക് കളക്ടറെക്കാട്ടും വലിയ തിരക്കാണ്. അത് കാരണം അപ്പോഴാണ് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ, സീതപ്പഴം ഒരെണ്ണം പഴുത്തെന്ന് കരുതി അമ്മ പറിച്ചു വെച്ചു. ഇനി 2 കൂടി ഉണ്ട്. അപ്പം 2 കൂടി ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം ഞാനതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി. പിന്നെ ഇളവൻ്റെ പൂവ് ഉണ്ട്, ഇളവനുണ്ട്, ഒളിച്ചിരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കൊച്ചു കള്ളൻ. മുന്നേ ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. മൂത്തിട്ടില്ല. മൂക്കുമ്പം നമ്മുടെ വീട്ടിലതല്ല, അപ്പുറത്തെ വീട്ടിലതാണ്. പക്ഷെ ഇങ്ങോട്ടാണ് പടർന്ന് കിടക്കുന്നത്. ഈ ചെമ്പരത്തി നമ്മുടേതാണ്. അപ്പോൾ ആ ചെമ്പരത്തിയിലേക്കാണ് അത് പടർത്തി വിട്ടിട്ടുള്ളത്. അതാണ് അത് ഇവിടെ കാണുന്നത്. അവിടെ ഇല്ല, അതിവിടെയാണുള്ളത്. അതാ കണ്ട, അതാണ് ആൾ. നല്ല വലുപ്പത്തിൽ വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ ഫ്രഷ് ആയിട്ടൊക്കെ വെജിറ്റബിൾസ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ അത് 2-3 എണ്ണം ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതിങ്ങനെ പടർന്ന് കിടക്കുന്നതുകൊണ്ട് കാണാത്തതാണ്. പിന്നെ മുകളിൽ മുരിങ്ങയില ഉണ്ടായിരുന്നേ. മുരിങ്ങ ഈ പറഞ്ഞ പോലെ അവിടുത്തെ മുരിങ്ങമരമാണ്, പക്ഷെ അതിങ്ങോട്ടാണ് കിടക്കുന്നത്. പക്ഷേ എന്താ പറയുക, അത് വാടിപ്പോയി. മുരിങ്ങ മൊത്തം തീർന്നു. ഇതിന് മുന്നേയൊക്കെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരുപാട് മുരിങ്ങയിലൊക്കെ ഉള്ളത് കാണിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം ഇല്ല, സീസണല്ലല്ലോ, അതുകൊണ്ടായിരിക്കും. പിന്നെ തേങ്ങ കിട്ടിയിട്ടുണ്ട്. ഈ തേങ്ങ പൊളിച്ച് ചിരവി, എനിക്കില്ലേ കറി ഉണ്ടാക്കുന്നതിന് മുന്നേ എനിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, എനിക്ക് ആദ്യമേ തേങ്ങ ചിരവി അരച്ച് അവിടെ വെക്കണം. അപ്പോഴത്. പിന്നെ ഞാൻ വന്നു. അപ്പോൾ മോള് TV കാണുമായിരുന്നു. അപ്പോൾ മോള് പറഞ്ഞു തണുക്കുന്ന അമ്മയെന്ന് പറയുമ്പോൾ ഞാൻ പുതപ്പിച്ച് കൊടുത്ത്. ഞാനങ്ങനെ അവിടെ ഇരുന്നതാണ്. ആൾ ഉറങ്ങിപ്പോയി. എന്താണെന്ന് വെച്ചാൽ മെഡിസിൻസൊക്കെ എടുത്തതല്ലേ, അപ്പോൾ അതിൻ്റെ ക്ഷീണമുള്ളത് കൊണ്ട് ആളങ്ങ് ഉറങ്ങി. TV കണ്ട് ഉറങ്ങി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വേഗം പണി തീർത്ത്, പുറത്തുള്ള പണികൾ തീർത്തത്, മോളുടെ അടുത്ത് ഇരിക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ രാവിലെ വാഷിംഗ് മെഷീനിൽ ഇട്ടത് റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ വേറെ കുറച്ച് ഹെയർ
എയർ പാക്ക് ഇടാണ്ടിരുന്നത്. അതൊക്കെ ഇട്ട് വേറെ കുറച്ച് പാത്രങ്ങൾ കുറച്ച് വൃത്തിയാക്കൽ കുറച്ച് പണികളൊക്കെ ചെയ്ത് മറ്റേ നിൽക്കുമ്പോഴാണ് ആൾ ഉറങ്ങി എഴുന്നേറ്റ്. അരമണിക്കൂറേ ഉറങ്ങിയുള്ളൂ. ആൾ എഴുന്നേറ്റ് എൻ്റെ പുറകെ വന്ന്. ഞാൻ ചോദിച്ചു ഇതാരാ എഴുന്നേറ്റ് വന്നേ? പിന്നെ എൻ്റെ പുറകെയാണ്. അപ്പം ഞാൻ ഈ ഒരു തുണികൾ ഇടാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ പുറകെ വരിക. ഇതാണ് ആളുടെ ഫേവററ്റ് സ്ഥലം. ഇവിടെ ചീര ഉണ്ടായിട്ട് ചീരേൻ്റെ മുകളിലുള്ള പൂവുണ്ടല്ലോ, ഇത് പറിച്ചു കൊണ്ടുവരിക, അമ്മയ്ക്ക് മൂക്കുത്തി എന്ന് പറഞ്ഞിട്ട് വരിക. ഇതാണ് മെയിൻ പണി. ഞാൻ ഇതൊക്കെ വിരിച്ചിട്ടിട്ട് അകത്ത് കയറാൻ വിളിച്ചപ്പോൾ ആൾ വരുന്നില്ല. അമ്മ പൊക്കോ, ഞാൻ വരുന്നില്ല എന്ന്. ഇവിടെയാണ് പട്ടി ശല്യം കൂടുതലാണ്. അപ്പോൾ അത് കാരണം മുറ്റത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നൊക്കെ പട്ടികൾ വരും എന്ന് പറയാൻ പറ്റില്ല. പട്ടികളെ പേടിച്ചിട്ട് മനുഷ്യർ പുറത്തിറക്കാത്തൊരു സ്ഥലമാണ് ഈ സ്ഥലം. പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് സോപ്പിട്ട് വിളിച്ച് കൊണ്ടുവന്നു. പിന്നെ രാവിലത്തെ കുക്കിംഗ് സെക്ഷൻ കഴിഞ്ഞപ്പോഴുള്ള പാത്രങ്ങളും സാധനങ്ങളുമാണ് ഈ കിടക്കുന്നത്. ഇതൊക്കെ ഇനി വൃത്തിയാക്കണം. അപ്പം ഇത് ആണ് ഞാൻ പറഞ്ഞില്ലേ അമ്മ പറിച്ചുകൊണ്ടുവന്ന് പഴുത്തു പോയെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്ന സാധനം. പിന്നെന്താ, അതിനിടയ്ക്ക് ആൾ വന്നിട്ട് ഓറഞ്ച് വേണമെന്ന് പറഞ്ഞു. അപ്പം ഈ ഓറഞ്ച് തന്നെ ഉരിഞ്ഞ് കഴിക്കാറില്ല. കാരണം ഞാൻ സമ്മതിക്കാറില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി ചെറുപ്പം മുതലേ കൊടുക്കാറില്ല. കുഞ്ഞു കുട്ടികൾ ഓറഞ്ചിൻ്റെ തൊലി കഴിച്ചിട്ട് തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്ത കേൾക്കാറുണ്ടല്ലോ. ഞാനിതാ ഇങ്ങനെയാണ് കൊടുക്കുക. രണ്ട് അറ്റത്തുനിന്നും തൊലി കളഞ്ഞിട്ട് കുരുവും കളഞ്ഞിട്ട് പാത്രത്തിൽ അങ്ങോട്ട് കൊടുക്കും. അതാകുമ്പോൾ എനിക്ക് സമാധാനം. പിന്നെ ഞാനിത് മോള് കഴിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ടെൻഷൻ വരും. അല്ലെങ്കിൽ കാരണം ഞാൻ കിച്ചണിൽ പണിയെടുത്തുകൊണ്ടിരിക്കും, മോള് ടി വിയും കണ്ടിട്ട് ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം എന്തെങ്കിലും നാരുകളോ എന്തെങ്കിലും തൊണ്ടയിൽ കുടുങ്ങുമോ എന്നുള്ളൊരു പേടി കാരണം ഇങ്ങനെയാണ് ഈ രൂപത്തിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ആളത് എൻജോയ് ചെയ്ത് കഴിച്ചോളും. അപ്പം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ആളത് കഴിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ തക്കാളി വാങ്ങാൻ മറന്നുപോയി എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ പോയി തക്കാളി വാങ്ങി ചോറിന് വെള്ളം അടുപ്പത്തിട്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അരി മാറിയിട്ടുണ്ട്, പൊന്നി അരിയാണ്. അപ്പം അത് പിന്നെ ചേനയും പരിപ്പും കറിയാണെന്ന് വെക്കുന്നത്. 41 ദിവസത്തേക്ക് പച്ചക്കറി. അപ്പോൾ അത് വെക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പച്ചക്കറി എരിവ് കുറച്ചാണ് വെക്കുക. കണ്ടില്ലേ, ഒരു പച്ചമുളക് അത്രയൊക്കെ ഇടുള്ളൂ. അരപ്പിലാണെങ്കിലും ഒരു പച്ചമുളകൊക്കെ ഇടും. കാരണം മോള് എരിവ് ഒട്ടും പറ്റില്ല. ഞാനിപ്പോൾ സ്ലോലി അതിങ്ങനെ ഒരു പച്ചമുളക് 2 പച്ചമുളക് എന്നുള്ള രീതിയിൽ ഇങ്ങനെ സെറ്റാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ എനിക്ക് കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്ലീൻ ചെയ്തിടണം. അതുകൊണ്ട് അതും ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ പണികളും കറി ആവുന്നതിന് മുന്നേ തന്നെ ക്ലീനിങ്ങും കൂടി കഴിയും. പാത്രം കഴുകൽ, അടിച്ചു വാരൽ സംഭവങ്ങളും കൂടി കഴിയും. അപ്പം പച്ചക്കറി റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഈ വറവിടുമ്പോൾ ഈ വറവിട്ട് കഴിഞ്ഞിട്ട് ഈ കറിയിലേക്ക് വറവ് ഒഴിക്കുന്ന ഒരു ഷൂ എന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മോൾക്ക് ക്ഷീണം വരാതിരിക്കാൻ വേണ്ടി കഞ്ഞിവെള്ളം അതുപോലെ കോഫി ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ആൾ കുറച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഫേവറേറ്റ് ഡോറ ഇത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ? പിന്നെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മോൾക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സാധനവും കാണുന്നത് ഇഷ്ടമല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ ബോഡി ലോഷൻസ് അപ്ലൈ ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ ചെയ്യുന്നതാണ് ഈ ഒരു എന്താ പറയുക, റോസ് വാട്ടറും ഗ്ലിസറിനും കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെന്താ, അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം മുറ്റത്ത് ഇരുന്ന് കളിച്ചു. അത്രയൊക്കെ തന്നെയുള്ളൂ. എനിക്കെപ്പോഴും രാത്രിയിലുള്ളത് എടുക്കാൻ പറ്റാറില്ല. കാരണം അപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര തിരക്കിലായിരിക്കും. പിന്നെ മോളുടെ ഫേവറേറ്റ് സ്ഥലത്ത് പോയി പൂ പറിച്ചു കൊണ്ടുവന്ന് പിന്നെ മൂക്കിലൊക്കെ വെച്ച് കുറേ നേരം കളിച്ചു. പിന്നെ ഇത് അമ്മ കൊണ്ടുവന്ന കർമൂസയാണേ. നമ്മൾ പച്ചക്കറിയാണല്ലോ വെക്കുന്നത്. അപ്പം നല്ല കടയിൽ നിന്ന് വാങ്ങാതെ മാക്സിമം നമ്മൾ ഇങ്ങനത്തെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. വീടുകളിൽ നിന്നൊക്കെ ഉള്ളത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി കുറേ ദിവസത്തേക്ക് കർമൂസക്കറി ആയിരിക്കും. ഇനി വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി കർമൂസയാണോ ചോദിക്കണ്ട. പിന്നെ ഇത് അന്ന് ഞാനൊരു ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ചെസ് ബോർഡ്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഞാൻ അങ്ങനെ പ്രൊമോഷനൊന്നുമായിട്ട് പറയല്ല. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞി സംഭവമല്ലേ, മോളെപ്പോഴും ഇത് വെച്ചിട്ട് കളിക്കും. ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇത് എടുത്തു കൊണ്ടുവന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് വെച്ച് കളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മോൾക്ക് ഇതൊക്കെ അറിയാം. കണ്ടില്ലേ, ആദ്യം കണ്ടോ, വെച്ചത് കണ്ടപ്പോൾ വിചാരിച്ചില്ലേ മോൾ ശരിക്കും വെച്ചതാണെന്ന്? നോ ഗൈസ്, നോ. ഇതിപ്പം ഫസ്റ്റ് സെക്ഷൻ ഒന്ന് അങ്ങോട്ടും വെച്ചു, ഒന്ന് ഇങ്ങോട്ടും വെച്ചു. കണ്ടോളൂ ഗൈസ്. ഇപ്പം വിചാരിക്കും അമ്മയും മോളും ഭയങ്കര ഇൻ്റർനാഷണൽ ലെവൽ ചെസ് കളിയാണെന്ന്. കാണിച്ചു തരാം. ഇതിൻ്റെ അവസ്ഥ കുറച്ച് സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. അപ്പം വെച്ചിട്ടുണ്ട്. വീണ്ടും എൻ്റെത് എടുക്കാൻ വരിക, കണ്ടില്ലേ, ഇതെടുക്കട്ടെ. ഞാൻ പറഞ്ഞു അല്ല, വൈറ്റ് എടുക്ക് എന്നും പറഞ്ഞ് അതങ്ങോട്ട് വെപ്പിച്ച്. അപ്പോൾ എൻ്റെ അടുത്ത് വെക്കാൻ പറഞ്ഞ്. ഇത്ര നേരം മാത്രമേ ഈ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടായിട്ടുള്ളൂ. അടുത്ത സെക്കൻഡിൽ കാര്യങ്ങൾ ഫുള്ളും തകിടം മറിഞ്ഞു. കണ്ടില്ലേ, പാക്ക് ചെയ്ത് വെച്ചിരിക്കുക, പൊതിഞ്ഞ് കിഴികെട്ടി വെച്ചിരിക്കുക. ചെസ് ബോർഡ് വേറെ, ഇതൊക്കെ വേറെ. അതും സഹിക്കായിരുന്നു. ഈ ചെയ്തത് കണ്ടോ, ഒരു കുപ്പിക്കകത്താക്കി വെച്ചിരിക്കുക. സുഖമില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചതാണ്. എനിക്ക് ഈ വയ്യാതിരിക്കുമ്പം വഴക്ക് പറയാൻ തോന്നില്ല, അത് കാരണം ഞാൻ ക്ഷമിച്ചു.
പിന്നെ ഫുഡ് കൊടുത്തു. അത് ഇപ്പം സാമിയുള്ള വീട്ടിൽ മീനോന്ന് ചോദിക്കരുത്, മോൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ മോൾ ഉറങ്ങിക്കഴിഞ്ഞപ്പം എനിക്ക് കുറച്ച് എഴുത്തുകുത്ത് പരിപാടികളുണ്ടായിരുന്നു നമ്മുടെ മറ്റേ ചാനലിന് വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് കോഫി കുടിച്ചു, അല്ല കട്ടൻ ചായ കുടിച്ചു. അതോടെ കഴിഞ്ഞു ഗൈസ്.